ഹായ് പ്രിയപ്പെട്ടവരെ, പെരുന്നാൾ കഴിഞ്ഞ് ഒരുപാട് ആൾക്ക് ടൂർ പോകുന്നുണ്ട്. എന്താ ഞങ്ങൾക്ക് പറ്റൂലേ? ഞങ്ങളും പോയി വിത്ത് ഫാമിലി, ഉപ്പയും ഉമ്മയും അമ്മായികളും അളിയനും പെങ്ങളും എല്ലാവരും കൂടിയിട്ട് ഒരു ബസ്സിന് നിറച്ച്, അത് ഊട്ടിയിലേക്ക് കിട്ടും. ആ ഒരു കാഴ്ചയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. പിന്നെ ഭക്ഷണങ്ങളൊക്കെ ഞങ്ങളോട് നിന്ന് ഉണ്ടാക്കിയിട്ട് പോയത് 3 നേരത്തെ ഭക്ഷണം. പിന്നെ പണ്ടാരി നവാസ് തന്നെയാണ്. ഓനൊരു നവാസിനെ സഹായിക്കാനാണെന്നുണ്ടെങ്കിലോ നമ്മളെ അൻസിലുണ്ട്. പിന്നെ 3 മണിയപ്പത്തിന് നമ്മളെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. 3 നേരത്തെ ഭക്ഷണേ. ഏതായാലും ആ നേരയപ്പത്തിന് ബസ്സൊക്കെ എത്തി. ഞങ്ങൾ യാത്ര ഇവിടെ ആരംഭിക്കണം കേട്ടോ. നല്ല രസമുള്ള യാത്ര തന്നെയുണ്ടോ. ഇങ്ങനെ ഫാമിലി ആയിട്ടുള്ളൊരു യാത്ര ഞങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അത്യാവശ്യം ഞങ്ങൾ എൻജോയ് ചെയ്തൊരു യാത്ര തന്നെയാണത്. അവിടെയാണെന്നുണ്ടെങ്കിൽ മഴ പെയ്തിട്ട് നല്ല മഞ്ഞും കോടയൊക്കെ ഉണ്ടായിട്ട് അതും ഉഷാറായിട്ടോ. നമ്മളങ്ങനെ കയറി ഗൂഡല്ലൂരൊക്കെ കഴിഞ്ഞപ്പോൾ ആ കയറ്റങ്ങനെ കയറിയപ്പോൾ തുടങ്ങിയില്ല വിശപ്പ്. ഒന്നും നോക്കിയില്ല, ഡിക്കാണ് തുറന്നിട്ട് ഭക്ഷണങ്ങൾ എടുക്കാൻ തുടങ്ങി. ചപ്പാത്തി ഉണ്ടേനി, ബ്രെഡ് ഉണ്ടേനി, അതേമാതിരിക്ക് വെജിറ്റബിൾ കുറുമി ഉണ്ടേനി. പിന്നെ സപ്ലൈ ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പം എന്നെ മുന്നിലിട്ടോ. ഇപ്പം അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഒരു വൈക്ക് മുമ്പ് വന്നാൽ അത് സെറ്റ് തന്നെ കാര്യങ്ങൾ മുപ്പരെ കിട്ടാനാണ് പാട്. പിന്നെ യാത്ര വീണ്ടും ഞങ്ങൾ തുടർന്ന്. അങ്ങനെ ഞങ്ങൾ ഊട്ടിയിൽ ആദ്യമായിട്ട് പോയത് ഈ ടീ ഫാക്ടറിയിലാട്ടോ. അവിടെ എത്തിയ സമയത്ത് വല്ലാത്തൊരു വൈബ് തന്നെയുള്ള താഴേക്കുള്ളൊരു കാഴ്ച. അത് തലേന്ന് നല്ലൊരു മഴ പെയ്തുകൊണ്ട് ആ ഒരു തണുപ്പും ഞങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. മക്കളൊക്കെ കുളിർന്ന് വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്തായാലും ഇവിടുത്തെ ഈ 20 റുപ്യ നമുക്ക് ടിക്കറ്റ് കൊടുത്താലും അതിനുള്ള മുതൽ അവിടെ ഉണ്ട്. അവസാനം കിട്ടുന്ന ചായയും ആ ചോക്ലേറ്റും ആഹാ, അത് വല്ലാത്തൊരു രസം തന്നെയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് നേരെ പോയത് ഞങ്ങൾ കർണാടക ഗാർഡനിലേക്കാട്ടോ. ആ ഗാർഡൻ ഒരു രക്ഷയില്ല. ഇപ്പൊ ബോട്ടാണിക്കൽ ഗാർഡനിലേക്കൊന്നും ആരും പോകണില്ല കേട്ടോ. കാര്യമായിട്ട് ഇതും അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്, കാണാൻ നല്ല ഒരുപാട് പറ്റിയ സ്ഥലങ്ങളുണ്ട്. ആ തൂക്കുപാലം തന്നെ മതി നമ്മൾ കൊടുത്ത പൈസ മുതലാണെന്നുണ്ടെങ്കിൽ. സമയം 2 മണിയപ്പോൾ പിന്നെ വിശപ്പ്. വണ്ടിയിൽ നിന്ന് ഡിക്കിന്ന് സാധനം ഇറക്കിയിട്ട് ഭക്ഷണം ബിരിയാണി അടിച്ചു വീശി. നവന്റെ ബിരിയാണി ഒരു രക്ഷയില്ല കേട്ടോ, ഉഷാറായി. ഇത് കഴിഞ്ഞ് 2 മണിക്കൂർ കൊണ്ട് നല്ല മഴ പെയ്തോടെ. പിന്നെ ഞങ്ങൾ നാട്ടിലേക്കുള്ള തിരിക്കലിൽ മൊട്ടക്കൊന്ന് മാത്രം ഒന്ന് കയറിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇറങ്ങി. 1-2 സ്ഥലങ്ങളിൽ വീണ്ടും പോയി. യാത്രയൊക്കെ ഉഷാറായി. ഭക്ഷണം കഴിച്ച് തിരിച്ച് അൽഹംദുലില്ലാ. ഏതായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെല്ലാവർക്കും ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതാരും മറക്കല്ലേ.